ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇന്നലെ ഞാൻ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കാന്താര ദ ലെജൻഡ് ചാപ്റ്റർ 1 കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം കാന്താര എന്ന് പറയുന്ന ഒരു ഫിലിം എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ OTT കണ്ടൊരു സിനിമയാണ്. പക്ഷേ എനിക്ക് എന്താ അറിയത്തില്ല, ഭയങ്കരമായിട്ട് ആ ഒരു സിനിമ കണക്റ്റഡായി. ഞാൻ സാധാരണ ഒരു സിനിമ കണ്ടാൽ ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് സ്റ്റോറി ലൈനൊക്കെ കുറേയൊക്കെ മറന്നൊക്കെ പോകും. പക്ഷേ കാന്താര എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നൊരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ടിനായിട്ട് ഞാൻ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന്. കാരണം അത്രയ്ക്കധികം ഞാൻ അവൈറ്റ് ചെയ്തിരുന്ന ഒരു സിനിമയാണ് കാന്താരയുടെ സെക്കൻഡ് പാർട്ട്. കാരണം ഫസ്റ്റ് പാർട്ട് OTT കണ്ടത് എനിക്ക് ഇന്നും ഒരു നിരാശയാണ്. ഇവിടെ ഇപ്പോൾ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നതിന് മുന്നായിട്ട് ഒന്നുകൂടെ കാന്താര 1 ഇവിടെ തിയേറ്ററിൽ വന്നിരുന്നെങ്കിൽ ഒന്ന് പോയി കാണാമായിരുന്നു എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ OTT ഒരു പ്രാവശ്യം കൂടെ കഴിഞ്ഞ ആഴ്ച കണ്ടതിന് ശേഷമാണ് ഞാൻ ഇന്നലെ സെക്കൻഡ് പാർട്ട് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. കന്നഡയായിരുന്നു ഞാൻ കണ്ടിരുന്നത്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ബാംഗ്ലൂരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം കാന്താര ഇല്ല. പക്ഷേ വിഷമമൊന്നുമില്ല, കന്നഡയുണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നത് കന്നഡയായിരുന്നു. അതിൻ്റെ ഒറിജിനൽ ഫോം തന്നെ കാണാമെന്ന് കരുതിയിട്ട് കന്നഡയായിരുന്നു പോയി കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. എത്രയോ നാൾക്ക് ശേഷമാണ് ഇതുപോലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്നത്. സത്യം ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം ഫസ്റ്റ് ഡേ ഈ അടുത്ത് കാണാൻ പോയിട്ടുള്ള പല പാൻ ഇന്ത്യൻ പടങ്ങളും വൻ ഫ്ലോപ്പായിപ്പോയി. എനിക്ക് ഒട്ടും തന്നെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ, നമ്മളെ ഒട്ടും തന്നെ തൃപ്തിപ്പെടുത്താത്ത തരത്തിൽ ഉള്ളൊരു സംഭവമായിപ്പോയി. അതായത് ഹൈപ്പിനൊത്ത് ഉയരുന്നില്ല എന്നുള്ളത് ഒഴിച്ചാലും ഒരു നല്ല സിനിമ എന്നുള്ള രീതിയിൽ പാൻ ഇന്ത്യൻ സിനിമകളാവട്ടെ, അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് ഇറക്കുന്ന സിനിമകളാവട്ടെ, ഒരു സാറ്റിസ്ഫാക്ഷൻ തരാതെ പോയിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു കുറച്ച് നാളുകളായിട്ട്. പക്ഷേ അത് വെച്ചിട്ട് ഈ ഒരു സിനിമ എൻ്റെ പൊന്നോ എനിക്കറിയത്തില്ല. ഞാൻ അവിടെ നിന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ചിന്തിച്ചത് ഞാനൊരു സിനിമ തന്നെയാണോ കണ്ടത്. എനിക്ക് സംശയമായിപ്പോയി അത്രയ്ക്കും. കാരണം നമ്മൾ എന്നൊക്കെയോ നമ്മളുടെ ഐതിഹ്യങ്ങളിലൊക്കെ കേട്ടിട്ടുള്ള സംഭവം നമ്മുടെ മുന്നിൽ സ്ക്രീനിൽ കൊണ്ട് അവതരിപ്പിച്ച എങ്ങനെ ഇരിക്കും, അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അതൊരു സിനിമയായിട്ട് എനിക്ക് ഒരിക്കലും സിനിമ തന്നെയാണോ എനിക്ക് പറയാൻ പറ്റണില്ല. ശരിക്കുള്ള സംഭവം കണ്ടതുപോലെ ഈ സിനിമയുടെ 30% കഥ, തിരക്കഥ, സംഭാഷണം, ഇതിൻ്റെ ഡയറക്ഷൻ, പിന്നെ ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ സൈഡ് എല്ലാം കൂടി ആക്കിയിട്ട് ബാക്കിയുള്ള 70% ഞാൻ ഇതിനകത്ത് ഋഷഭ് ഷെട്ടിക്ക് തന്നെ കൊടുക്കും. കാരണം പുള്ളിക്കാരൻ അല്ലാതെ വേറൊരാളെ നമുക്ക് ഈ ഒരു ക്യാരക്ടറിൽ സങ്കല്പിക്കാനേ സാധിക്കത്തില്ല. കാരണം അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അതിനകത്ത് പുള്ളി അഭിനയിക്കുവാണെന്ന് ഒരു മൊമെൻറ്റിൽ, പ്രത്യേകിച്ചും ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് അറിയാം, അതിൻ്റെ ക്ലൈമാക്സിൽ ആ ഒരു ഗുളികൻ കയറുന്ന ഒരു സംഭവം, അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ ആയിരിക്കുമല്ലോ ഇത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ശരിക്കും ഞാൻ എന്താണ് കണ്ടത്. ഈ ഒരു അവതാരങ്ങളൊക്കെ നമ്മൾ കാണത്തില്ലേ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതായിരുന്നു ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും അതെന്താണ് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് വേർഡ്സ് ഇല്ല. ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയ്ക്ക് എക്സൈറ്റ്മെൻറ്റ്. കാരണം പുള്ളിക്കാരൻ അത് വന്ന് ചെയ്ത് ഫലിപ്പിച്ചാലാണ് ഇത്രയധികം നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. വേറൊരാൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം അത്രയധികം ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു സംഭവം, അതിനെ അഭിനയിച്ച് കാണിക്കാൻ പറ്റുന്നു എന്നല്ല, അതിനെ ജീവിച്ച് കാണിക്കുന്നു എന്ന് ഞാൻ പറയത്തുള്ളൂ. ആ ഒരു രീതിയിലുള്ള ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ഫസ്റ്റ് പാർട്ടിന് പുള്ളിക്ക് നാഷണൽ അവാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഉറപ്പായിട്ടും കൊടുക്കണം, ഉറപ്പായിട്ടും എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അത്രയധികം നമ്മൾ ആ വേൾഡിൽ ചെന്നു, അത് നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നു. നമ്മുടെ മുന്നിൽ ശരിക്കും ഒരാൾ ഇങ്ങനെ പൊസസ്ഡ് ആയിട്ട് അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് അതിനകത്ത്. ആക്ടിങ് എന്ന് പറയുന്നത് ഞാൻ അല്പം പോലും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ സൈഡ്, അതിനകത്ത് ഫൈറ്റ്, പിന്നെ VFX എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പൊളി, അതെല്ലാം ശരിയാണ്. പക്ഷേ എന്നാൽ പോലും അതിനൊക്കെ ഞാൻ 30% കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത് ഈ ഒരു പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് അതിനെല്ലാം കടത്തി വെട്ടി. അത്രയധികം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഗൂസ് ബംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റിയിട്ടില്ല. എസ്പെഷ്യലി ക്ലൈമാക്സിൽ ആ ഒരു 30 minutes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന്, അത് നമ്മൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ശരിക്കും ഫസ്റ്റ് പാർട്ടിൽ എനിക്ക് അത്രയധികം വിഷമമില്ല. കാരണം അതിനകത്ത് ലാസ്റ്റത്തെ കുറച്ച് ഭാഗത്തേ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ സംഭവം. പക്ഷേ ഇതിൽ കുറച്ചധികം സീൻസ് ഉണ്ട് ക്ലൈമാക്സിൽ 30 minutes. അത് കൂടാതെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇൻ്റർവെൽ കഴിയുന്ന സമയത്ത്. എൻ്റെ പൊന്നു, ആ ഒരു സമയത്തൊക്കെ നമുക്ക് തോന്നുന്ന ഒരു എന്താ പറയുക, അത് മെയിനായിട്ടും നമുക്ക് ഈ ഒരു തീമിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്കിത് കൂടുതലായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അതായത് കുറച്ചൊക്കെ നമ്മുടെ വിശ്വാസവുമായിട്ട് ഇഴകിച്ചേർന്ന് കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് സത്യം പറഞ്ഞാൽ ഇവിടെ തിയേറ്ററിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സ്റ്റിൽ എനിക്കങ്ങനെ തിയേറ്ററിൽ പോയി കണ്ട എൻ്റെ ഒരു ഫേവറേറ്റ് ജോണറിലുള്ളൊരു ഫിലിമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല പെട്ടെന്ന് ഈ പേരും കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ. പക്ഷേ സത്യം പറഞ്ഞാൽ ആ ഒരു സിനിമ OTT കണ്ടപ്പോഴത്തേക്കിനാണ് എനിക്ക് ആ നഷ്ടബോധം ഉണ്ടായത്. പക്ഷേ ഇതെനിക്ക് ഇത്രയ്ക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സബ്ജക്റ്റായിരുന്നു. അപ്പോൾ ആ ഒരു തീം തിയേറ്ററിൽ കാണാൻ പറ്റാത്തതിലൊരു നിരാശ എനിക്കുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ടിന് ഞാൻ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ ആലോചിക്കുമായിരുന്നു അതിനേക്കാളും എന്തുകൊണ്ടും ഒരുപാട് മുകളിലോട്ട് ഇത് വന്നാൽ മാത്രമേ, ഇതിനകത്ത് അതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ കാണിച്ചാൽ മാത്രമേ സെക്കൻഡ് പാർട്ട് ഏതൊരു സിനിമയുടെയും ഹിറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇതിലെന്തായിരിക്കും അവർ കാണിക്കാൻ പോകുന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. പക്ഷേ കാന്താരയിലെ ക്ലൈമാക്സ് പോർഷൻ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹൈലി എക്സ്ട്രീം വേർഷനാണ്
ഈ ഒരു സിനിമയിൽ. പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ ജയറാമേട്ടൻ്റെ കാര്യമാണ് കേട്ടോ. പുള്ളിക്കാരൻ ഇപ്പം പല പല ഭാഷകളിൽ പോയി കോമാളി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് നമുക്ക് എന്താ പുള്ളി ഇങ്ങനെ ആയിപ്പോയി, എത്രയോ നല്ല കഥാപാത്രങ്ങൾ ചെയ്തൊരു മനുഷ്യനാണ്. ഇപ്പോൾ പല പല ലാംഗ്വേജിൽ പോയിട്ട് ഒരുമാതിരത്തെ വേഷങ്ങളാണ് പുള്ളിക്ക് കിട്ടുന്നത്. പുള്ളിയെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സൈഡാക്കി കളയുന്നത് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതെല്ലാം ഈ സിനിമയിൽ നികത്തിയിട്ടുണ്ട്. പുള്ളിക്ക് പറ്റിയ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഫേസിൻ്റെ ആ ഒരു റോയൽ ലുക്കിന് ചേർന്നിട്ടുള്ളൊരു നല്ലൊരു ക്യാരക്ടർ തന്നെ പുള്ളിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരനെ ഇങ്ങനെ സിനിമയിലുടനീളം നല്ലൊരു ക്യാരക്ടറിൽ കാണാൻ കഴിഞ്ഞാലും വേറൊരു സന്തോഷം ആസ് എ മലയാളി. പിന്നെ കാന്താരയുമായിട്ട് നമുക്ക് ഈ ചാപ്റ്റർ 1 കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം പറ്റത്തില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആണ്. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ ഹിസ്റ്റോറിക്കലി പോയിട്ട് പണ്ടത്തെ നമ്മുടെ പുരാണ സീരിയലൊക്കെ കാണുന്ന കണക്ക് ആ ഒരു സംഭവം നമുക്ക് ഇതിനകത്ത് കിട്ടും. ഇപ്പോൾ രണ്ടും രണ്ട് ജോണറാണ്, മനസ്സിലായില്ലേ? പക്ഷേ ഇത് നമുക്ക് തിയേറ്ററിൽ കാണാനുള്ള വകയുണ്ട്. നമ്മൾ തിയേറ്ററിൽ തന്നെ കാണണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതുപോലത്തെ സിനിമകളൊക്കെ ഏതെങ്കിലും കാലത്തിൽ ഒരിക്കൽ വന്നാലായി അങ്ങനത്തെ സിനിമകളാണ്. പിന്നെ എനിക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ കണക്റ്റഡ് ആയ ഈ മിത്തിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ഒരുപാട് സിനിമകൾ ഇപ്പം അങ്ങനെ ഇറങ്ങാറില്ല അല്ലേ. ഇൻ കേസ് ഇറങ്ങിയാലും അതിൽ നമ്മളെ കൺവിൻസ്ഡ് ആക്കാൻ എത്ര സിനിമകൾക്ക് സാധിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഉത്തരമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആ ഒരു കൺവിൻസിങ് പോർഷനിൽ ഭയങ്കര സൂപ്പറാണ്. മാത്രമല്ല ഇതിനെ കൊണ്ട് ടൈലൻഡിൽ നിർത്തുന്നതും ഇതിവിടെ എങ്ങും തീരുന്നില്ല. ഇനിയും എന്തൊക്കെയോ വലുത് വരാനുണ്ട്. ഞാൻ സത്യത്തിൽ ചിന്തിക്കുന്നുണ്ട് ഇതിൽ കാണിച്ചതിനേക്കാളും എന്താണ് ഇനി കൂടുതൽ അടുത്തതിൽ കാണിക്കാൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് അത്രയ്ക്ക് അതിശയം. കാരണം ഇതിൽ അത്രമാത്രം എക്സ്ട്രീം പെർഫോമൻസ് ആണ് പുള്ളിക്കാരൻ കാഴ്ചവെച്ചിരിക്കുന്നത്. പുള്ളിക്കാരൻ തന്നെയാണ് ഇതിൻ്റെ ഡയറക്ഷനും റൈറ്റിങ്ങും എല്ലാം ചെയ്തിരിക്കുന്നത്, ഋഷഭ് ഷെട്ടി. അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ഇത് സത്യം പറഞ്ഞാൽ ഒരു മാതൃകയാക്കി വയ്ക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് ഈ ഒരു മൊത്തത്തിലുള്ള സംഭവം. അതായത് ഒരാൾക്ക് ഇതെല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റും, അതും ഇത്രയധികം മനോഹരമായിട്ട് പെർഫെക്റ്റ് ആയിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ കർണാടകയിൽ തുളുനാട്ടിലൊക്കെ ഉള്ളൊരു ഫോക്ക് കൾച്ചർ ഉണ്ട്. ഭൂതകോലം, അവരുടേതായിട്ടുള്ള ദൈവങ്ങൾ, ഗുളികൻ, പഞ്ചുരുളി. അപ്പോൾ ആ ഒരു സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് അതിനെക്കുറിച്ചൊരു ഐഡിയ നമുക്ക് ഉണ്ടായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് മനസ്സിലാവും, പക്ഷേ സ്റ്റിൽ ഇതെന്താണ് ഇവിടെ ഇങ്ങനെ, അതെന്താ അവിടെ ആരാ വന്നത്, ഇതൊക്കെ നമുക്ക് ഒരു കുറച്ചും കൂടെ ഒരു കണക്ഷൻ കിട്ടാൻ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം അറിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും നന്നായിരിക്കും തോന്നി കേട്ടോ. പിന്നെ എനിക്കിത് മുന്നേ ഞാൻ കാന്താര കണ്ട സമയത്ത് തന്നെ ഇത് എന്താ സംഭവം എനിക്ക് കുറച്ചും കൂടെ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ ഗൂഗിൾ യൂട്യൂബൊക്കെ എടുത്ത് നോക്കി സംഭവത്തെക്കുറിച്ചൊരു ഐഡിയ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ അതിനകത്ത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഐഡിയയും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ ഇതിങ്ങനെയാണ് അതിങ്ങനെയാണ് ഇതാരൊക്കെയാണ് വരുന്നത് നമുക്ക് കുറച്ചും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒന്നും മനസ്സിലാക്കാൻ നിങ്ങൾ പോയെന്ന് വെച്ചാൽ എന്നാൽ കൂടി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഈ എന്താ പറയുക ഇത് കുറച്ച് വിശ്വാസവുമായിട്ട് ഇടകലർന്ന് കിടക്കുന്നൊരു സിനിമ ആയതുകൊണ്ട് തന്നെ അതുപോലത്തെ തീമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഡു ഗോ ആൻഡ് വാച്ച് ഇറ്റ്. കാരണം അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള വകയിനകത്തുണ്ട്. കുറച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്കിങ്ങനെ ബാഹുബലി 2 ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഗ്ലിംസ് എവിടെയൊക്കെ ഇങ്ങനെ വന്ന് പോകുന്ന കണക്കൊക്കെ ഫീൽ ചെയ്തു. ഓക്കെ, അപ്പോൾ കാണുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് കാണാൻ നോക്കുക. കാരണം ഇന്നലെ രാത്രിയാണ് ഞാൻ കണ്ടിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ യൂട്യൂബ് തുറന്നപ്പോൾ കുറേ റീൽസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. സിനിമയുടെ പോർഷൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് അതും തിയേറ്ററിൽ നിന്ന് ഡയറക്റ്റ് ക്യാപ്ചർ ചെയ്ത പോർഷൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കുറേ സസ്പെൻസ് എലമെൻറ്റ് പോകും. തിയേറ്ററിൽ കാണേണ്ട ആ ഒരു സസ്പെൻസ് സംഭവങ്ങളെല്ലാം പോകും. സോ അതൊന്നും തിയേറ്ററിൽ തന്നെ ഫസ്റ്റ് ടൈം മിസ്സാക്കാതെ ഈ റീൽസിലൊന്നും കാണാതെ നിങ്ങൾ ഡയറക്റ്റ് പോയി കാണുന്നത് തന്നെയാണ് നിങ്ങൾ എല്ലാവരുടെയും ആ ഒരു സർപ്രൈസ് എലമെൻറ്റ് നിലനിർത്താൻ ഏറ്റവും ബെസ്റ്റ് കാര്യം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഗന്ധർവൻ സിനിമ ആ സിനിമയെ സംബന്ധിച്ച് കുറേ ഇങ്ങനെ കഥകൾ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരുപാട് തടസ്സങ്ങൾ ആ സിനിമ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉണ്ടായിരുന്നു. ഇത് ചെയ്യരുതെന്ന് ആരോണ്ടൊക്കെ ഉപദേശിച്ചിരുന്നു, അങ്ങനെ ജോലിസർ പറഞ്ഞിരുന്നു. എന്നിട്ടും ആ സിനിമ എങ്ങനെയും കണ്ടിന്യൂ ചെയ്ത് തീർത്തതാണ്. ഇവൻ ആ സിനിമ കഴിഞ്ഞതും പത്മരാജൻ സാർ മരിച്ചു പോയതെല്ലാം ആ ഒരു കണക്ഷൻ വെച്ചിട്ടാണ് ലിങ്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ആസ് ഈ ഒരു സിനിമയ്ക്കകത്തും ഒരുപാട് ഇൻസിഡൻസ് അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമ തുടങ്ങുന്ന സമയം തൊട്ട് ഇത് കണ്ടിന്യൂ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടും എങ്ങനെയൊക്കെയോ കുറേ തടസ്സങ്ങൾ ഇവർക്ക് ഉണ്ടായി. കുറച്ച് ആക്സിഡൻസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്, ചിലർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ചിലർ ജസ്റ്റ് രക്ഷപ്പെട്ടിട്ടുണ്ട്, ഈവൻ ഋഷഭ് ഷെട്ടി ഉൾപ്പെടെ. സോ അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ കൊണ്ടിട്ടും ചിത്രീകരണം പൂർത്തീകരിച്ച് തിയേറ്ററിൽ എത്തിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. സോ അതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു മിത്തിക്കൽ ലെവലിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഈ ഒരു സബ്ജക്റ്റ് ഭയങ്കര അധികം എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വേറൊന്നുമില്ല, നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഡയറക്റ്റ് പോയി കണ്ട് എൻജോയ് ചെയ്യും. എന്നെ സംബന്ധിച്ച് ഇതൊരു അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷം തിയേറ്ററിൽ നിന്ന് കിട്ടിയൊരു അടിപൊളി എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ.